ഒരൊറ്റയാൻ, നാടും കാടും നിറപ്പിച്ച ആ ഒറ്റയാൻ കാട്ടിൽ തലയെടുപ്പോടെ ജീവിച്ചിരുന്നു. അവനിടയ്ക്ക് നാട്ടിലിറങ്ങുമായിരുന്നു. ആ സമയത്ത് അവനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവന്റെ അരികിൽ ചെല്ലാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും കരുത്തനായിരുന്നു ആ ഒറ്റയാൻ. പെട്ടെന്നൊരു ദിവസം അവൻ ഒരു വാരിക്കുഴിയിൽ വീണു. ആ വാരിക്കുഴിയിൽ നിന്നും തിരിച്ചവന് കരകയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ആ സമയത്ത് നാട്ടാനക്കൂട്ടവും പാപ്പാന്മാരും ചേർന്ന് ആ ഒറ്റയാനെ പിടിച്ചുകെട്ടി കൂട്ടിലാക്കി. ഒരു തോട്ടിയുടെ ബലത്തിൽ അവനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. നാടും കാടും വിറപ്പിച്ച ആ ഒറ്റയാൻ പിന്നെ അങ്ങോട്ട് ഒരു തോട്ടിയുടെ മുമ്പിൽ അവന്റെ അവകാശങ്ങളും അവന്റെ തലയെടുപ്പും അവന്റെ കരുത്തും അവന്റെ സ്വാതന്ത്ര്യവും അടിയറവ് പറഞ്ഞു. പിന്നെ അങ്ങോട്ടൊരു ചങ്ങലയ്ക്കുള്ളിലായിരുന്നു അവന്റെ ഇഷ്ടമില്ലാത്ത ജീവിതവും യാത്രയും. ആ യാത്രയ്ക്കിടയിൽ അവൻ ദേഷ്യപ്പെട്ടു, അവൻ വാശി കാണിച്ചു, മതമിളകി. എന്ത് കാണിച്ചാലും എന്ത് സംഭവിച്ചാലും ആ പാപ്പാന്റെയും തോട്ടിയുടെയും കരുത്തിന് മുന്നിൽ അവൻ തോറ്റുപോകുമായിരുന്നു. അവസാനം എങ്ങും എത്താനാവാതെ അവൻ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും ഈ മണ്ണിൽ ആരുമാവാതെ അവകാശങ്ങളും ഇഷ്ടങ്ങളും നിഷേധിക്കപ്പെട്ട് ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഇനിയെങ്കിലും ഒറ്റയാന്മാർ വാരിക്കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ശരീരത്തിനും മനസ്സിനും കരുത്ത് പകരേണ്ടതും പോരാടേണ്ടതും നിലനിൽപ്പിന്റെ ആവശ്യമാണ്.